നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ആനുകൂല്യം ലഭിക്കാത്തതിൽ മനംനൊന്ത് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിന് ദോഷകരവും അപമാനകരവുമെന്ന് KLDC ചെയർമാൻ. പത്തനാപുരം പിടവൂരിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ റവന്യൂ ഭൂമി കയ്യേറിയതായി പരാതി. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത ഗൃഹനാഥൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തു. അഞ്ചൽ തോയ്തല സ്വദേശി സുശീലനാണ് ആത്മഹത്യ ചെയ്തത്. മക്കളുടെ നിസ്സഹായാവസ്ഥ കാട്ടി ജനസമ്പർക്ക പരിപാടിയിൽ പരാതി നൽകിയ പിതാവിന്റെ പരാതി മുഖ്യമന്ത്രി പരിഗണിച്ചില്ല. ഇതേ തുടർന്ന് പിതാവ് ആത്മഹത്യ ചെയ്തു. അഞ്ചൽ തോയ്തല ശ്രീദേവി മന്ദിരത്തിൽ സുശീലനാണ് തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ സുശീലൻ തൂങ്ങി മരിച്ചത്. വ്യാഴാഴ്ച കൊല്ലത്ത് നടന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത് ഇദ്ദേഹം പരാതി നൽകിയിരുന്നു. 15-12 വീതം വയസ്സുള്ള ഇദ്ദേഹത്തിന്റെ 2 ആൺമക്കൾ കഴിഞ്ഞ 8 വർഷമായി അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലാണ്. മക്കളുടെ തുടർ ചികിത്സയ്ക്ക് പണമില്ലാത്ത അവസ്ഥയിലാണ് ജനസമ്പർക്ക പരിപാടിയിലൂടെ ഇയാൾ മുഖ്യമന്ത്രിയെ സമീപിച്ചത്. പരാതി പരിഗണിക്കാത്തതിൽ മനംനൊന്താണ് സുശീലൻ ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കുഞ്ഞുങ്ങളെ 7 വയസ്സ് മുതൽ കൊണ്ടുവന്ന് ചികിത്സയ്ക്ക് ഇപ്പോൾ 15 വയസ്സും 12 വയസ്സുള്ള 2 കുട്ടികളാണ്. പല ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് ഇന്നുവരെ അവർക്ക് കുട്ടികൾക്കൊരു അസുഖത്തിന് മാറ്റമോ ഒന്നും കാണുകയുണ്ടായില്ല. തുടർന്ന് സാമ്പത്തിക ബാധ്യത നിശ്ചയമായി ഇപ്പോൾ ജനസമ്പർക്ക പരിപാടിക്ക് പങ്കെടുത്തു. അതിലവർക്ക് പ്രതീക്ഷിച്ച ആനുകൂല്യം ഉണ്ടായില്ല. അത് നിരാശ മാത്രമേ മിച്ചം ഉണ്ടായുള്ളൂ. പിന്നെ കൊച്ചുങ്ങളുടെ അസുഖം മൂലം അവൻ വളരെയധികം ബിംബിഷ്ടപ്പെട്ട് കഴിയായിരുന്നു. 2-3 ദിവസം കൊണ്ടായിരുന്നു മിണ്ടത്തുമില്ല, ഉരിയടത്തുമില്ല. ഈ നിരാശ കാരണമാണ് ഇത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികൾക്ക് സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത ശേഷം രാത്രി 2 മണിക്കാണ് സുശീലൻ തിരിച്ചു വന്നത്. അതിൻ്റെ ദുഃഖത്തിലാണ് ഇത് സംഭവിച്ചെന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ദുഃഖത്തിലായിരുന്നു കുറേ നാളുകൊണ്ട് കുട്ടികൾക്ക് വയ്യാതിരുന്നുകൊണ്ട് എൻ്റെ ദുഃഖത്തിലായിരുന്നു പുള്ളി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഇനി പോയിട്ട് വന്നതിന് ശേഷമാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. തൊഴിലാളികൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണോദ്ഘാടനം അഡ്വക്കേറ്റ് K. രാജു MLA നിർവഹിച്ചു. അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ വളരെ പെട്ടെന്ന് തൊഴിൽ സ്വന്തമായി സംഘടിപ്പിക്കാനുള്ള ഒരു മാർഗം എന്നുള്ളതിലേക്ക് ബാങ്കിൽ നിന്ന് ലോണെടുത്തായാലും അല്ലെങ്കിൽ മറ്റ് ഏജൻസികളിൽ നിന്ന് കടമെടുത്തായാലും ഒക്കെ ഓട്ടോറിക്ഷ വാങ്ങി സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു സമീപനം നമ്മുടെ നാട്ടിൽ ഈ അടുത്ത സമയത്ത് ഉണ്ടായതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഓട്ടോറിക്ഷകളുടെ എണ്ണം, അതിൽ പണിയെടുക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ എണ്ണം ഇത്രമാത്രം വർദ്ധിച്ചു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ചാൽ നല്ലൊരു പങ്ക് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പണിയെടുക്കുന്ന മേഖലയാണ്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീർ ഹുസൈന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അഞ്ചൽ സബ് ഇൻസ്പെക്ടർ TS ശിവപ്രകാശ് സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് S. ദേവരാജൻ, കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷാജി മത്തായി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തെന്മല ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. തെന്മല ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിസ്ഥിതി പഠന ക്യാമ്പ് പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനായി മാറേണ്ട ഈ പ്രദേശങ്ങൾ അവഗണിക്കുകയാണ്. ഇവിടെ ശ്രീ തോമസ് കുട്ടി സ്വാഗതം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന അറിവുകൾ പകരുന്നതോടൊപ്പം തന്നെ ഈ തെന്മല പോലെയുള്ള പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം, ഇവിടുത്തെ പ്രത്യേകതകൾ, അതും മറ്റ് നിങ്ങളുടെ സ്കൂളിലും കോളേജിലും ബാക്കിയുള്ള മേഖലയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തെന്മല ഡാം ചൈൽഡ് ലൈഫ് ഇൻഫർമേഷൻ സെന്ററിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്.
ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്യാമ്പിൽ ജൈവവൈവിധ്യത്തെക്കുറിച്ചും ടൂറിസവും പരിസ്ഥിതിയും സാധ്യതകൾ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയത്തിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ഞായറാഴ്ച രാവിലെ 7 മുതൽ 11 മണിവരെ കുട്ടികൾക്കായി വനസഞ്ചാരം സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങൾ വലിയ ചർച്ചയ്ക്ക് വിധേയമാകുന്ന സമയത്ത് ഇത്തരത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ചടങ്ങിന് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. തെന്മല ടൂറിസം ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് തോമസ് കുട്ടി സ്വാഗതം പറഞ്ഞു. തെന്മല ഇക്കോ ടൂറിസം ബോർഡ് മെമ്പർമാരായ സണ്ണി ജോസഫ്, സ്റ്റാൻസി രത്നാകരൻ, വാർഡ് മെമ്പർ VS മണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF പുനലൂരിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഈ മാസം 22-നാണ് തെരഞ്ഞെടുപ്പ്. 12 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF കൺവെൻഷൻ പുനലൂർ രാജാരോഹിണി ഹാളിൽ ശനിയാഴ്ച സംഘടിപ്പിച്ചു. ഈ മാസം 22-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുന്നതിന് വിവിധ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആലോചിക്കാനാണ് യോഗം സംഘടിപ്പിച്ചത്. 3 വനിതാ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 12 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. കരിക്കത്തിൽ പ്രസേനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഞ്ചൽ സോമൻ, S താജുദ്ദീൻ, അടൂർ N ജയപ്രസാദ്, എബ്രഹാം ജോർജ്, രവീന്ദ്രക്കുറുപ്പ്, സഞ്ജു ബുഖാരി, ഇടമൺ ഇസ്മായിൽ, എബ്രഹാം മാത്യു, ജലീൽ, അനന്തരാജൻ പിള്ള, M യൂസഫ്, ഡാനിയൽ ജോൺ, A ബഷീർ, ഒമേഗ രാജൻ എന്നിവർ സംസാരിച്ചു. ഈ നോട്ടീസ് അടിക്കുക, പോസ്റ്റർ അടിക്കുക, ഇതിനൊക്കെ വേണ്ടി നമ്മൾ വളരെ ബുദ്ധിമുട്ടി സാമ്പത്തികമൊന്നുമില്ലാതെ നമ്മൾ ഇരുന്ന് പൊഴിയുക. പ്രസിലൊന്നും പൈസ കൊടുത്തില്ലേ? പക്ഷേ 40-ൽ പരം ബോർഡുകൾ വിളക്കോട്ടത്ത് LDF ഇതിനകം അടിച്ചു കൂട്ടി കഴിഞ്ഞു. അവര് പോസ്റ്റർ ഇറക്കി കഴിഞ്ഞു, അഭ്യർത്ഥന ഇറക്കി കഴിഞ്ഞു. ഇതെല്ലാം ചെയ്യുന്നത് ഈ സൊസൈറ്റിയുടെ ബില്ലിന്റെ പുറത്താണ്. അതിന് വൗച്ചർ എഴുതുന്ന ബോർഡ് അടിച്ചു കഴിഞ്ഞാൽ അവരെഴുതുന്നത് നിക്ഷേപ സമാഹരണവുമായി ബന്ധപ്പെട്ട് പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടി 40 ബോർഡ് വൗച്ചർ വാങ്ങിക്കുക, കാശ് സൊസൈറ്റിന്ന് കൊടുക്കുക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി പുനലൂരിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൊട്ടാരക്കര MLA അഡ്വക്കേറ്റ് P ഐഷ പോറ്റി യോഗം ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് കേരള ഓഫീസ് കൊച്ചിയുടെയും കൊല്ലം ജില്ലാ കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ കൌൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച പുനലൂരിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ബെന്നി കക്കാടിന്റെ അധ്യക്ഷതയിൽ കൊട്ടാരക്കര MLA അഡ്വക്കേറ്റ് P ഐഷ പോറ്റി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താവിന്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അബദ്ധങ്ങൾ ഉപഭോക്താക്കൾക്ക് ഉണ്ടാകില്ലെന്ന് MLA പറഞ്ഞു. ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് ഉള്ള ബോധമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങൾ പലതും പറ്റാതിരിക്കും. ഒരു മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ചാൽ ഇപ്പൊ കൊല്ലത്തൂക്കിയുണ്ടല്ലോ, എല്ലാ സ്ഥലത്തും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചുള്ള സിറ്റിംഗും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അതില് ചെലവ് കുറഞ്ഞ് വലിയ ബാധ്യതകളില്ലാതെ ഈ കൺസ്യൂമർമാരായിട്ടുള്ള ഉപഭോക്താക്കളായിട്ടുള്ളവർക്ക് വളരെ വേഗത്തിൽ എത്തിപ്പെട്ട ഒരു റിലീഫ് ഉണ്ടാക്കാവുന്ന സംവിധാനമാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു നല്ല അവബോധം ഉണ്ടായിരിക്കണം. അതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റാതിരിക്കും. അളവ് തൂക്ക നിയമങ്ങൾ ഉപഭോക്തൃ സംരക്ഷണത്തിന് എന്ന വിഷയത്തിൽ കേരള ലീഗൽ മെട്രോളജി എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി DP ശ്രീകുമാറും ഗൃഹോപകരണങ്ങളും ഉപഭോക്താവും ബിസിന്റെ പങ്കും എന്ന വിഷയത്തിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സയന്റിസ്റ്റ് ജോസ് ചാൾസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഡിസ്ട്രിക്ട് ഫുഡ് അഡ്വൈസറി കം വിജിലൻസ് കമ്മിറ്റി അംഗം പുനലൂർ TM തോമസ്, വിളക്കുടി സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ, പുനലൂർ നഗരസഭാ കൌൺസിലർ വത്സ JP ജോൺ, KM ജയാനന്ദൻ, ജോൺസൺ K സക്രിയ, H മൻസൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിന് ദോഷകരവും അപമാനകരവുമെന്ന് KLDC ചെയർമാൻ ബെന്നി കക്കാട്. റിപ്പോർട്ട് പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും മുന്നറിയിപ്പ്. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിന് ദോഷകരവും അപമാനകരവുമെന്ന് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ബെന്നി കക്കാട് പറഞ്ഞു. പുനലൂരിൽ ലൈവ് വാർത്തയുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കസ്തൂരി രംഗൻ റിപ്പോർട്ട് കേരളത്തിലെ 123 വില്ലേജുകളിലും സങ്കീർണമായ വിഷയമാണെന്നും ഇപ്പോൾ അവതരിപ്പിച്ച റിപ്പോർട്ടുകളിലെ അപാകതകൾ പരിഹരിച്ച് നടപ്പിലാക്കിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് M ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലെ കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന റിപ്പോർട്ട് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അതിശക്തമായ കർഷക സമരത്തെ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ 123 വില്ലേജുകളെ ബാധിക്കുന്ന ഏറ്റവും വലിയ സങ്കീർണമായ ഒരു വിഷയമെന്ന നിലയിൽ അതിന്റെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ആ റിപ്പോർട്ടുകൾ നടപ്പിലാക്കാൻ ശ്രമിച്ച
പരിഹരിക്കാതെ ആ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ച ശക്തമായി പ്രതികരിക്കുവാനുള്ള ഒരു തീരുമാനത്തിലാണ് പൊതുപ്രവർത്തകരായിട്ടുള്ള കർഷക ജനതയെ സ്നേഹിക്കുന്ന, സാധാരണ മലയോര കർഷകരെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് ശക്തമായി ആ മലയോര കർഷകരോടൊപ്പം, സാധാരണക്കാരോടൊപ്പം ഈ 123 വില്ലേജിൽപ്പെട്ട സാധാരണ ആളുകൾ, കർഷക തൊഴിലാളികൾ അവരോടൊപ്പം നിലകൊള്ളും എന്ന പ്രതിജ്ഞയായിട്ടാണ് കേരള കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് തെമ്മല, ആര്യങ്കാവ്, അച്ചൻകോവിൽ, ചണ്ണപ്പെട്ട അടക്കമുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും ദോഷകരമായി കിഴക്കൻ മലയോര മേഖലയെ ബാധിക്കുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ വളരെ ആനുകാലികമായി ചിന്തിച്ചാൽ ഏറ്റവും പ്രയാസം നേരിടുന്നത് മലയോര കർഷകരാണ്, അവിടെ ജീവിക്കുന്ന ജനങ്ങളാണ്. പാടത്ത് പണിയെടുക്കുന്നവരും മലയോര മേഖലയിൽ പണിയെടുക്കുന്നവരും കർഷകരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അനേക പരാമർശങ്ങൾ മാത്രമല്ല, അതൊരു നിലപാടുകളായി മാറ്റിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായ നിശ്ചയമായും ശക്തമായ സമരത്തെ നേരിടേണ്ടതായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കോന്നിയിൽ പുതുതായി ആരംഭിക്കുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിരിതെളിച്ചു. കോന്നിയുടെയും പരിസര പ്രദേശങ്ങളുടെയും ആരോഗ്യ മേഖലയിൽ വൻ വിപ്ലവവും സാമൂഹ്യ പുരോഗതിയും സൃഷ്ടിക്കാൻ ഉപകരിക്കുന്ന കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനം ഭൂമി പൂജയോടെ തുടക്കം കുറിച്ചു. പ്രാർത്ഥനാനിരതമായ ചടങ്ങിൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബാബു ജോർജ്, മാത്യു കുളത്തുങ്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹരിദാസ്, ഇടത്തിറ്റ ഷീലാരാജൻ തുടങ്ങി നിരവധി പ്രമുഖരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പങ്കുകൊണ്ടു. മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനം എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. ഇതിന്റെ പണികൾ വളരെ വേഗത്തിൽ നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരുമായി സംസാരിക്കുകയാണ്. അവർ 18 മാസമാണ് അവരുടെ ആദ്യത്തെ 1ാം ഘട്ടത്തിലുള്ള പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആവശ്യം വരുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 1ാം ഘട്ടത്തിൽ വരാൻ പോകുന്നത് 300 ബെഡുള്ള ഹോസ്പിറ്റൽ, അതുകൂടാതെ അക്കാഡമിക് ബ്ലോക്ക്, ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ടാണ് 1ാം ഘട്ടത്തിൽ 18 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാൻ. ഇതിന് 173 കോടി രൂപയാണ് 1ാം ഘട്ടത്തിൽ ചെലവഴിക്കുന്നത്. അത് നബാർഡിന്റെ സഹായം എന്ന് പറയുന്നത് 143.5 കോടി രൂപ നബാർഡിന്റെ സഹായമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് വിഹിതത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള തുക 1ാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. 2ാം ഘട്ടം എന്ന് പറയുന്നത് അടുത്തൊരു 200 കോടി രൂപയുടെ പണം കൂടി നമുക്ക് ചെലവഴിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. റോഡ് വക്കിൽ അനധികൃതമായി തടികൾ ഇറക്കി ലോഡിംഗ് നടത്തുന്നത് വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. പുനലൂർ തൊളിക്കോട് അടുക്കളമൂല വളവിൽ ഇടുങ്ങിയ റോഡ് വക്കിലാണ് തടികൾ ഇറക്കിയിരിക്കുന്നത്. തൊളിക്കോട് അടുക്കളമൂലയ്ക്ക് സമീപം റോഡരികിൽ അനധികൃതമായി തടികൾ നിരത്തി ലോഡിംഗ് നടത്തുന്നത് വാഹനയാത്രികർക്ക് അപകടക്കെണിയാകുന്നു. റോഡിന് വശങ്ങളിൽ വൻ തടികൾ ദിവസങ്ങളോളം കൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. റോഡിന് വീതി കുറഞ്ഞ ഈ ഭാഗത്ത് മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. റോഡിന് മറുവശത്ത് തോടായതിനാൽ വാഹനങ്ങൾ വളരെ പെട്ടെന്ന് അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഇവിടെ തടികളിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ താലൂക്ക് വികസന സമിതിയിൽ പരാതി ഉന്നയിച്ചിരുന്നു. എന്നാൽ നാളിതുവരെയായും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നെൽവയലുകൾ മണ്ണിട്ടു നികത്തി കരഭൂമിയാക്കുമ്പോൾ കരഭൂമി വയലാക്കി നെല്ല് വിളയിക്കുകയാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷക കൂട്ടായ്മ. പുനലൂർ ബ്യൂറോയുടെ റിപ്പോർട്ട്. 7 വർഷമായി തരിശായി കിടന്ന വയലിൽ ആരംഭിച്ച നെൽകൃഷി നെൽകർഷകർക്ക് പുതുജീവൻ നൽകുന്നു. പുനലൂർ സ്വദേശിയായ രാമസ്വാമി ചെട്ടിയാരുടെ ഉടമസ്ഥതയിലുള്ള 5.5 ഏക്കർ പാടത്താണ് ജില്ലാ പഞ്ചായത്തിന്റെയും കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിച്ചത്. ജില്ലയിലെ തരിശായി കിടക്കുന്ന പാടങ്ങളിൽ നെൽകൃഷി വ്യാപിപ്പിച്ച് കൊല്ലം മോഡൽ കൃഷി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വിത്തും വളവും പൂട്ടുകൂലിയും ജില്ലാ പഞ്ചായത്താണ് നൽകിയത്. 2 മാസങ്ങൾക്ക് മുൻപ് ഏലായിൽ വിത്ത് വിത മഹോത്സവം സംഘടിപ്പിച്ചിരുന്നു. വിത്ത് മുളച്ച് പാകമായി വരുന്നതിനൊപ്പം ഇത് പരിപാലിക്കുന്നതിന് ജോലിക്കാരില്ലാത്തത് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. നെൽവയലിൽ ജോലി ചെയ്ത് പരിചയസമ്പന്നരായവരുടെ അഭാവവും പരിചയമുള്ളവർ ആവശ്യപ്പെടുന്ന അമിത കൂലിയും നെൽകൃഷിയെ സാരമായി ബാധിക്കുന്ന അവസ്ഥയാണെന്ന് കർഷകർ പരാതിപ്പെടുന്നു. നെല്ലിന് കള പറിക്കേണ്ട സമയം കഴിഞ്ഞ് ഇപ്പം നെല്ല് വായിച്ചു തുടങ്ങി. ജോലിക്കാരെ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമമാണ്. അത് കൂലി ഭയങ്കര ചാർജുമാണ്. ജോലിയും ആൾക്കാരുണ്ടെങ്കിലും ജോലിക്കാർ ഇതിപ്പം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ അലിമുക്കിൽ റോഡ് പുറമ്പോക്ക് കയ്യേറി കെട്ടിടം നിർമ്മിക്കുന്നതായി പരാതി.
ഒരു പ്രമുഖ ബാങ്കിന് ATM കൌണ്ടർ നിർമ്മിക്കുന്നതിനാണ് നിർമ്മാണം ആരംഭിച്ചതെന്നാണ് ആരോപണം. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ അലിമുക്കിൽ റോഡ് പുറമ്പോക്ക് കയ്യേറി സ്വകാര്യ വ്യക്തി കെട്ടിടം നിർമ്മിക്കുന്നതായി പരാതി. അലിമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ബാങ്കിന് ATM കൌണ്ടർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അനധികൃത നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്നാൽ നിർമ്മാണം ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കയ്യേറ്റം തടയുന്നതിന് നടപടിയുണ്ടായിട്ടില്ല. സർക്കാർ ഭൂമിയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണം തടയണം എന്നാവശ്യപ്പെട്ട് പ്രദേശവാസിയായ ഷിജു പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പത്തനാപുരം തഹസീൽദാർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത് പുറമ്പോക്ക് സ്ഥലമാണ്. ആ കിണർ വരെ പുറമ്പോക്ക് സ്ഥലമാണ്. ഇതിനകത്തുള്ള വസ്തു വേറൊന്നുമില്ല. ഇത് പുറമ്പോക്കി കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പം റോഡ് വികസന വകുപ്പ് വന്നാലും അവരെയും വിളിച്ചിട്ടുണ്ട്. അവർ വന്നപ്പോൾ അവർ സമ്മതിച്ചില്ല. വീട് പണിയാണെന്ന് ചുമ്മാ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ATM പണിയാൻ വേണ്ടി ഇത് പണിയുമോ? അല്ല വേറൊന്നിനും അതല്ല. സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ATM പണിയാൻ വേണ്ടി ഇവർ സൗത്ത് ഇന്ത്യൻ ബാങ്കും ഇവരോട് കൂടി യോജിച്ച് വാടകയ്ക്ക് ഇത്ര രൂപ വാടകയ്ക്കെന്നും പറഞ്ഞ് ചെയ്യാനുള്ള പരിപാടിക്കാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. വില്ലേജ് ഓഫീസറും തഹസീൽദാരും സ്ഥലം സന്ദർശിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ നിർമ്മാണം നടക്കുന്നത് സർക്കാർ ഭൂമിയിലല്ലെന്നും സ്ഥലത്തിന്റെ പ്രമാണം കയ്യിലുണ്ടെന്നും പരാതി അടിസ്ഥാനരഹിതമാണെന്നും കടയുടമ പറഞ്ഞു. എന്റെ വീടാണ് ഇങ്ങോട്ട് മുകളിൽ. പിന്നെ എന്റെ പഴയ മതിരി അടിച്ചു കളഞ്ഞിട്ടേ ഉള്ളൂ. അത് പുതുക്കി പണിയാന്നല്ല തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ കൈവശ രേഖ വേണ്ട രേഖകളെല്ലാം എന്റെ കയ്യിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള നടവരമ്പ് കയ്യേറി കുന്നിക്കോട്ട് സ്വകാര്യ വ്യക്തി മതിൽ നിർമ്മിച്ചതായി നാട്ടുകാരുടെ പരാതി. തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ലംഘനമാണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയിരിക്കുന്നത്. കുന്നിക്കോട് നെയ്യാത്തിൻകുന്ന് റോഡിൽ കണവൂർ ഏലായിൽ നടവഴി സ്വകാര്യ വ്യക്തി കയ്യേറി മതിൽ നിർമ്മിച്ചതായി പരാതി. 100ലേറെ പേർ ആശ്രയിച്ചിരുന്ന നടവഴിയിൽ ഒറ്റ രാത്രി കൊണ്ട് മതിൽ നിർമ്മിക്കുകയായിരുന്നു അത്രേ. ഇതിലേക്കൂടെ പണ്ട് മുതലേ ഒരു നടവഴി ഉള്ളതാണ്. പുള്ളി അത് കയറ്റിയാണ് ഇപ്പോൾ കെട്ടിയിരിക്കുന്നത്. ഇത് പുതുതായിട്ട് ഒരു ഞായറാഴ്ച ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് കെട്ടി തീർത്തതാണ്. പ്രദേശവാസികൾക്കെല്ലാം ഭയങ്കരമായ എതിർപ്പുള്ളതാണ്. അത് ബാക്കി വെക്കാതെയാണ് പുള്ളി ഇത് കെട്ടിയിരിക്കുന്നത്. 70ലേറെ വർഷമായി നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന നടവരമ്പാണിത്. അറഫ മൻസിലിൽ VS സലാം സ്ഥലം കയ്യേറിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ചുകൊണ്ടുമാണ് ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി പിന്നെ ഏലയിലേക്ക് നിരവധി ആളുകൾ കൃഷി ചെയ്യുന്ന നെൽകൃഷിയും അതുപോലെ വാഴക്കൃഷിയും ചീനിക്കൃഷിയും അടക്കമുള്ള കൃഷികൾ ചെയ്യുന്ന വയൽ ഏലകളിലേക്ക് പോകേണ്ടുന്ന വളവും മറ്റും എത്തിക്കേണ്ടുന്ന ഒരു വഴിയാണ്. അതുപോലെ ഇത് വർഷങ്ങളായി കാലങ്ങളായിട്ട് ഒരു നടവരമ്പായിരുന്നു ഇവിടെ. വർഷങ്ങളായിട്ട് നടവരമ്പായിട്ട് കിടന്ന ഈ വഴി അടച്ചുകൊണ്ട് ഒരു സ്വകാര്യ വ്യക്തി കയ്യേറി മതിൽ കെട്ടിയിരിക്കുകയാണ്. സമീപത്തെ പുരയിടങ്ങളിലേക്ക് നാട്ടുകാരും കശുവണ്ടി ഫാക്ടറിയിലേക്ക് തൊഴിലാളികളും നിത്യവും നടന്നു പോയിരുന്ന വഴി കെട്ടിയടച്ചതോടെ സമീപവാസികൾ ആകെ ബുദ്ധിമുട്ടിലായി. ഈ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് തലവൂര് രണ്ടാലുംമൂട് ഭാഗത്ത് വരുന്ന എല്ലാ തൊഴിലാളികളും ഇതിലേക്കാണ് നടപ്പാതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് മാർക്കിന്റെ കാഷ്യൂ ഫാക്ടറി ഒന്നുമുണ്ട്. അവിടെ പോകുന്നത് എല്ലാം ഇതിലേക്കൂടാണ് പോകുന്നത്. ഇതിപ്പം ഒരാഴ്ച കൊണ്ട് മൊത്തം കെട്ടിയടച്ചു. ആരോപണ വിധേയനായ വ്യക്തി താമസിക്കുന്നത് വയൽ നികത്തി നിർമ്മിച്ച വീട്ടിലാണെന്നും വീടിനോട് ചേർന്ന 5 സെന്റ് വയൽ കൂടി നികത്തി മറ്റൊരു വീടും പിന്നീട് ഇയാൾ നിർമ്മിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു. വീട്ടു നമ്പറിനായി പഞ്ചായത്തിനെ സമീപിച്ചിരിക്കുകയുമാണ്. ഞങ്ങളെല്ലാം കൂടി സ്ഥലം കൊടുത്താണ് ഇവിടെ വഴിയായത്. അതെല്ലാം അയാൾ വീണ്ടും കെട്ടിയടയ്ക്കണം. അയാളെ സ്ഥിരം തൊഴില ഇതാണ്. നടവഴി അടച്ചതിനെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും കുന്നിക്കോട് പോലീസിലും പരാതി നൽകിയിരുന്നു. വില്ലേജ് ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിക്കുകയും RDOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു. ഇത് നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ ലംഘനമായതുകൊണ്ട് പോലീസും അതുപോലെ ബന്ധപ്പെട്ട റവന്യൂ അധികാരികളും ഇതിന്മേൽ നടപടി സ്വീകരിച്ചുകൊണ്ട് കേസെടുത്തുകൊണ്ട് ഈ സ്വകാര്യ വ്യക്തിക്കെതിരെ കേസെടുക്കുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വില്ലേജ് ഓഫീസറും അതുപോലെ പഞ്ചായത്ത് അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ RDOയ്ക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ വ്യക്തി വഴി കയ്യേറി വരമ്പ് കയ്യേറിയാണ് ഈ മതിൽ കെട്ടിയെന്ന റിപ്പോർട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് വന്ന വില്ലേജ് അസിസ്റ്റന്റ് എഴുതിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ RDOയ്ക്ക് കൈമാറുകയും അതിന്മേൽ നടപടി സ്വീകരിച്ച് ഈ മതിൽ പൊളിച്ചു മാറ്റുമെന്നും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുമുണ്ട്. എത്രയും വേഗം മതിൽ പൊളിച്ചു മാറ്റി വഴി സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അധികാരികളുടെ ഭാഗത്ത് നിന്ന് തക്കതായ സമീപനം ഉണ്ടാകുകയും ചെയ്തില്ലെങ്കിൽ ഇതിന്മേൽ വലിയൊരു പ്രക്ഷോഭമായിട്ട് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും അടക്കം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം പിടവൂരിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ റവന്യൂ ഭൂമി കയ്യേറിയതായി പരാതി. കയ്യേറ്റ ഭൂമിയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചു. പത്തനാപുരം പിടവൂരിൽ മുട്ടത്തുകടവ് പാലത്തിനു സമീപം പത്തനാപുരം കുന്നിക്കോട് പ്രധാന പാതയ്ക്ക് സമീപമുള്ള സർക്കാർ ഭൂമിയാണ് റിയൽ എസ്റ്റേറ്റ് സംഘം കയ്യേറിയിരിക്കുന്നത്.
ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രദേശവാസികളെ സംഘടിപ്പിച്ച് സ്ഥലത്തെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. പ്രധാന പാതയ്ക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന മരച്ചീനി സംഭരണ കേന്ദ്രത്തിന് മുൻവശത്തായി നീണ്ടുകിടന്ന 7 സെന്റ് സ്ഥലമാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ മണ്ണിട്ട് നികത്തി കയ്യേറാൻ ശ്രമിക്കുന്നത്. 25 വർഷത്തിനു മുമ്പ് പ്രദേശത്തെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന സെയ്ദ് ഉസ്മാന്റെ നേതൃത്വത്തിൽ ഇവിടെ തൊഴിലാളികൾക്ക് വിശ്രമ കേന്ദ്രം ഒരുക്കിയിരുന്നു. INTUC-യുടെ ഒരു ശിലാഫലകവും ഇവിടെ ഇപ്പോഴും കാണാൻ കഴിയും. സർക്കാർ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ജനപ്രതിനിധികളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ റവന്യൂ ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കയ്യേറ്റ സ്ഥലത്ത് കൊടിനാട്ടി. യൂത്ത് കോൺഗ്രസ് ഉയർത്തിയ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളായ ആദംകോട് ഷാജി, കർഷക കോൺഗ്രസ് നേതാവ് അബ്ദുൾ അസീസ്, ഗോപാലകൃഷ്ണൻ ആചാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R രാജിമോൻ, മഞ്ചള്ളൂർ വാർഡ് മെമ്പർ ഗിരിജ മോഹൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് സജിത് എന്നിവർ നേതൃത്വം നൽകി. ഇത് പണ്ടൊരു ചീനി ഫാക്ടറി ആയിരുന്നു. ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പിലുള്ള ഒരു സംഭവമാണ്. അതിനുശേഷം ഈ ചീനി ഫാക്ടറി നടത്തിയിരുന്ന കൽക്കട്ടക്കാരൻ്റെ ഒരു വ്യക്തിയാണ്. ഇത് ഏതാണ്ട് 10-30 വർഷം മുമ്പ് ഈ നമ്മുടെ 52 വർഷം മുമ്പായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. എന്നാലും ഒരു 10-30 വർഷം മുമ്പ് ഈ സ്ഥാപനം നിലച്ചു പോവുകയും ഒരു സമരത്തിന്റെ പേര് നിലച്ചതിന് ശേഷം നമ്മുടെ നാട്ടുകാരനായ പെടവൂർ സ്വദേശി ഒരു വ്യക്തി ഇത് വാങ്ങിക്കഴിഞ്ഞു. ഏകദേശം 30ഓളം വർഷത്തിന് മുമ്പാണ് അദ്ദേഹം ഈ സ്ഥലം വാങ്ങിയത്. വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഇതേവരെ ഈ പറയുന്ന ഈ പ്രോപ്പർട്ടിയിൽ ഈ മതിലിനുള്ളിൽ പുള്ളിയുടെ വസ്തുവിന്റെ ഉടമയുടെ നിധി പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മതിലിടിച്ച് ഇതിന്റെ പുറത്തേക്കുള്ള ഒരു പരിപാടിക്ക് പുള്ളി ചെയ്തിട്ടില്ല. അതിന് കാരണം തന്നെ ഈ മതിലിന്റെ പുറത്തുള്ള വസ്തു തീർച്ചയായിട്ടും പുള്ളിയുടെ അല്ല, ഇത് പബ്ലിക് പ്രോപ്പർട്ടി തന്നെയാണ്, ഈ റോഡിന്റെ ഭാഗമാണ്. അപ്പൊ അത് മുതൽ തുടങ്ങി നമുക്കറിയാം ഈ മതിലിന്റെ ബൗണ്ടറി നേരെ ചെന്ന് നിൽക്കുന്നതാണ് കുറുപ്പസാറിന്റെ ഭൂമിക്ക് ആ കലങ്ങിന്റെ ഭാഗത്താണ് ഇരിക്കുന്നത്. അതിനിപ്പോ ആ കലങ്ങ് അതിന്റെ ഉള്ള വെള്ളം ഒഴിച്ച് ആറ്റിലേക്ക് പോകുന്ന ഒരു തോടായിരുന്നു ഇത്. അഞ്ചലൂരുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം സജീവമായിട്ട് ഇതിനെതിരെ പ്രതിഷേധമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് യാതൊരു കാരണവശാലും ഇനി അനുവദിക്കുന്നതല്ല. ഇത് നികത്താൻ മുന്നോട്ട് അവർ വരുവാണെങ്കിൽ അതിന് വേണ്ടുന്നുള്ള മറുപടി നമുക്ക് കൊടുക്കാൻ നമ്മൾ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കരവാളൂരിൽ വയൽ നികത്തൽ വ്യാപകമാകുന്നു. ഭൂരഹിതരെന്ന വ്യാജേന അനധികൃത സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയാണ് വയലുകൾ നികത്തുന്നത്. വയൽ നികത്തൽ മൂലം കിണറുകളിലെ കുടിവെള്ളം നഷ്ടമാകുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. വ്യാപകമായി വയൽ മണ്ണിട്ട് നികത്തുന്നതിനാൽ സമീപ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകൾ വറ്റി വരളുന്നതായും കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുന്നതായും പരാതി. കരവാളൂർ പിറക്കൽ പാലത്തിനു സമീപമാണ് വ്യാപകമായി വയൽ നികത്തൽ നടക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി പിറക്കൽ കോയിക്കലരികത്ത് വീട്ടിൽ ചന്ദ്രൻ നായർ ജില്ലാ കളക്ടർക്കും പത്തനാപുരം തഹസിൽദാർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ രാത്രിയുടെ മറവിൽ വയൽ നികത്തൽ തകൃതിയായി നടക്കുകയാണ്. വയൽ നികത്തൽ ആരംഭിച്ചതോടെ സമീപത്തെ കിണറുകളിലും നീർച്ചാലുകളിലും മറ്റ് ജലസ്രോതസ്സുകളിലും ജലത്തിന്റെ അളവ് കുറയുന്നതായി നാട്ടുകാർ പറയുന്നു. വളരെ വർഷം കൊണ്ട് നെൽവയലായിരുന്നു. ഈ നെൽവയൽ നികത്തി മണ്ണിടാൻ ശ്രമിക്കുന്നു. എല്ലാ ദിവസവും രാത്രിയിൽ 3 മണിക്കാണ് മണ്ണ് കൊണ്ടുവരുന്നത്. മണ്ണിട്ടേച്ച് പെട്ടെന്ന് ലോറി ഓടി അങ്ങ് പോവുകയാണ്. ഇതിനെതിരെ കളക്ടർക്കും RDOയ്ക്കും തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും എല്ലാം പരാതി കൊടുത്തിട്ട് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആയതിനാൽ ഇതിനെതിരെ നടപടി ഉണ്ടാകണം. കുടിവെള്ള പ്രശ്നമാണ്. അത് തന്നെയല്ല, കുടിവെള്ള പ്രശ്നം ഇവിടെ എൻ്റെ കിണറ്റിൽ വെള്ളം ഒട്ടുമില്ലായിരുന്നു. 5000 ലിറ്റർ കിണറ്റിലടിച്ചാണ് ഞാൻ അന്ന് എൻ്റെ മോടെ കല്യാണം നടത്തിയത്. ഇപ്പോൾ അതിനകത്ത് കുടിവെള്ളം ഉള്ളത് ഈ കണ്ടത്തിൽ ഈ നിലത്തിൽ ഈ വെള്ളം കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് കുടിവെള്ളമുള്ളത്. അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന് എനിക്ക് അനുകൂലമായി നിയമ നടപടി ഉണ്ടാകണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. വീടും പുരയിടവും ഇല്ലെന്നു കാട്ടി ബാങ്ക് ഉദ്യോഗസ്ഥനായ സുരേഷ് വയൽ നികത്താൻ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും ഉത്തരവ് വാങ്ങി വയൽ നികത്തിയിരുന്നു. എന്നാൽ ഇതിന്റെ മറവിൽ സുരേഷിന്റെ വയലിനോട് ചേർന്നുള്ള പിറക്കൽ ബിനു ഭവനത്തിൽ ജോണി മാമച്ചന്റെ മകൻ ബിനുവും തന്റെ വയലിലേക്ക് മണ്ണ് ഇറക്കി നിരത്തുകയാണ്. ഈ 2 സ്ഥലത്തോടും ചേർന്നുള്ള വസ്തു മറ്റൊരാൾ വാങ്ങിയിരുന്നു. ഇയാളും ഭൂമാഫിയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. 40 സെന്റ് വയലാണ് നികത്താൻ ശ്രമം നടത്തുന്നത്. രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്നത്. എന്നാൽ ഇന്നുള്ള ജലാശയങ്ങളും വയലുകളും മണ്ണിട്ടു നികത്തിയാൽ ഭാവിയിൽ കുടിവെള്ളം കിട്ടാക്കനിയാകും. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഈ വയലുകളിലൊക്കെ നികത്തുന്നത് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇല്ലാത്തത് കാരണം പല ബുദ്ധിമുട്ടുകളും വെള്ളക്കെട്ടുണ്ടാകുന്നു, മറ്റ് കൃഷികൾക്ക് ബാധിക്കുന്നു. അത് അധികാരികൾ ശ്രദ്ധിക്കുകയും അതിൻ്റെ മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഈ വയൽ നികത്തുമ്പോൾ 2 സൈഡിൽ കൂടെയും വെള്ളം പോകത്തക്ക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അല്ലാതെ മറ്റ് കൃഷിക്ക് ദോഷകരമായ വിധം ഇത് വയൽ നികത്താനുള്ള അനുവാദങ്ങൾ കൊടുക്കരുത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
പുനലൂരിലെ ട്രാഫിക് പരിഷ്കരണം പാളുന്നു. വൺ വേ സംവിധാനം അശാസ്ത്രീയമെന്ന ആരോപണം ശക്തമാകുന്നു. അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കരണം മൂലം പുനലൂർ നഗരത്തിൽ റോഡ് അപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവാകുന്നു. പുനലൂർ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച് മാർക്കറ്റ് ജംഗ്ഷൻ വഴി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ എത്തിച്ചേരും. തുടർന്ന് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ മുന്നിലൂടെയുള്ള വൺവേയിലുമാണ് വൻതോതിലുള്ള ട്രാഫിക് ലംഘനം നടക്കുന്നത്. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി ട്രാഫിക് ലംഘിച്ച് കടന്നുപോകുന്നത്. ഇതുമൂലം റോഡ് അപകടങ്ങൾ പതിവാകുന്നു. ഇതിനെ നിയന്ത്രിക്കുവാൻ അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരുവിധമായ നടപടികളും ഉണ്ടായിട്ടില്ല. അശാസ്ത്രീയപരമായ രീതിയിൽ ഗതാഗത പരിഷ്കരണം നടപ്പാക്കിയതിൽ കടുത്ത പ്രതിഷേധമാണ് വ്യാപാരികളുടെയും കാൽനടയാത്രക്കാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ ഇടവഴിയിൽ കൂടെ വന്ന വണ്ടികൾ വൺവേ തെറ്റിച്ച് കയറി വന്നു മാർക്കറ്റ് ഭാഗത്ത് ട്രാഫിക് ജാമായി പോയി. അതിനെ ഉദ്യോഗസ്ഥരൊന്നും നിയന്ത്രിക്കാനോ നേരത്തെ ഇവിടെ ഒരു PCA നിയമിച്ചിരുന്നു. ഇപ്പോൾ അതും എടുത്തു കളഞ്ഞു. ഈ സ്കൂൾ ടൈമിലൊക്കെ ഭയങ്കര തിരക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വണ്ടിയാകുമ്പോൾ ഇവിടെ ഒരു റോഡ് ക്രോസ് ചെയ്ത് ഒരു വ്യക്തിക്ക് പോകാൻ പോലും ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ ആരും ഇപ്പം നോക്കാനേ ഇല്ല. അതാണ് ഇവിടുത്തെ. ഈ റോഡിൽ കൂടെയാണ് വണ്ടികളെല്ലാം വന്ന് ഇവിടെ വരുമ്പോൾ അത് ബ്ലോക്ക് ആവുക. ഒരു സ്ത്രീ കഴിഞ്ഞിടയ്ക്കും ബൈക്ക് കൊണ്ടുവന്ന് ഇടിച്ചു. അങ്ങനെ നിരന്തരം അപകടം ഇവിടെ ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്കിനെ തുടർന്ന് പുനലൂരിലെത്തിയവർ മടങ്ങിപ്പോകാൻ മാർഗമില്ലാതെ ദുരിതത്തിലായി. KSRTC ബസ് കാത്തുനിന്നവർ അവസാനം സമാന്തര സർവീസുകളെയാണ് അഭയം പ്രാപിച്ചത്. സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്കിൽ പൊതുജനം വലഞ്ഞു. പലരും മണിക്കൂറുകൾ കാത്തുനിന്ന് സമാന്തര സർവീസുകളെയാണ് ആശ്രയിച്ചത്. പ്രവർത്തന ചിലവിന് ആനുപാതികമായി ബസ് നിരക്ക് വർദ്ധിപ്പിക്കുക, മിനിമം നിരക്ക് 8 രൂപയും കിലോമീറ്ററിന് 65 പൈസയായും വർദ്ധിപ്പിക്കുക, ബസ്സുകൾക്കുള്ള ഡീസലിന് നികുതി ഒഴിവാക്കുക, സ്വകാര്യ ബസ്സുകളുടെ കാലാവധി 15 വർഷമായി നിജപ്പെടുത്തിയ ഉത്തരവ് പിൻവലിക്കുക, വിദ്യാർത്ഥികളുടെ യാത്രാ സൌകര്യം നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തിയത്. ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി ശനിയാഴ്ച നടത്തിയ സൂചനാ പണിമുടക്കിൽ പുനലൂരിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് സ്വകാര്യ ബസ്സുകളെ മാത്രം ആശ്രയിച്ചിരുന്ന ജനം ദുരിതത്തിലായി. യാത്ര ചെയ്യാൻ KSRTC ബസ്സുകളെയും മറ്റു സമാന്തര സർവീസ് നടത്തുന്ന വാഹനങ്ങളെയുമാണ് ആശ്രയിച്ചത്. പൊതുനിരത്തുകളിൽ ഏറെ നേരം കാത്തുനിന്ന ശേഷമാണ് ജനങ്ങൾക്ക് സ്വകാര്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞത്. അതേസമയം KSRTC യാത്രാക്ലേശം പരിഹരിക്കുന്നതിനു വേണ്ടി യാതൊരുവിധ അധിക സർവീസുകളും നടത്തിയതുമില്ല. അടിക്കടി ഉണ്ടാവുന്ന പ്രൈവറ്റ് ബസ് സമരം മൂലം പൊതുജനങ്ങൾ ദുരിതത്തിലാവുന്നുവെന്ന് യാത്രക്കാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, പോയി വരാനുള്ള ബുദ്ധിമുട്ട്. ഒരുപാട് ബസ്സില്ല, അല്ലെങ്കിൽ എങ്ങനെയും കയറി പോയിട്ട് വരാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് ഒരുപാട്, അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കൊണ്ട് പോയിട്ട് വരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. പ്രൈവറ്റ് ബസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ കഴിഞ്ഞ് പ്രൈവറ്റ് ബസ്സുള്ള റൂട്ടാണ്. ട്രാൻസ്പോർട്ട് എപ്പോഴും ഇല്ല. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ആനുകൂല്യം ലഭിക്കാത്തതിൽ മനംനൊന്ത് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിന് ദോഷകരവും അപമാനകരവുമെന്ന് KLDC ചെയർമാൻ. പത്തനാപുരം പിടവൂരിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ റവന്യൂ ഭൂമി കയ്യേറിയതായി പരാതി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.